അറബികളുടെ വാഹനം ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞത് അങ്ങോട്ടാണ് അവർ പിന്നീട് പോയത്. അവർക്ക് കുടുംബമില്ലേ? അവർക്ക് കുട്ടികളില്ലേ? അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളില്ലേ? നമ്മളാ കേക്കനെ പറ്റി പറയണത്, നമ്മളാ ഏവിനെ പറ്റി പറയണത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, എന്നെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോ മുന്ത് കഴിഞ്ഞാൽ ഏത് വണ്ടിയാ പോവുക, എനിക്ക് പോകാൻ സൗകര്യം എന്താ, നോമ്പ് ഇറക്കാൻ എന്താ ഉണ്ടാക്കുക? ഞാൻ ചോദിക്കാം, ഞാനാ കേക്കനെ പറ്റി പറയണത്? ഞാനാ കേപ്പിനെ പറ്റി പറയണത്? ഞാനാ ഏവിനെ പറ്റി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചരിത്രം അത് ആവർത്തിക്കുവാനും അത് പങ്കുവെക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഇതിവൃത്തം മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചരിത്രം പോലും നമ്മൾ ഉപയോഗിക്കുന്ന എഴുതാനും പറയാനും മാത്ര, പകർത്താനല്ല. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രേ ഉള്ളൂ. എന്താണ്? നിങ്ങൾക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കാനുള്ള ബോധം ഉണ്ടാവണം, അതിനുള്ള ആർജവം ഉണ്ടാവണം. നമ്മൾ ഇനി കേരളത്തിൽ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇത് പടച്ചവനോട് തീരുമാനിച്ചത് അത് രണ്ടാണ്. നമ്മളെങ്ങനെ അസുഖത്ത് അറിഞ്ഞിട്ട് കാര്യമില്ലേ? അള്ള തീരുമാനിച്ചാൽ ഒന്ന് കേറിട്ട് വേണമെന്ന്. എന്നിട്ട് ഇനി ഒരു രണ്ടാം നവോത്ഥാനം. ഇതാ ജീവിക്കുന്ന പതിപ്പുകൾ. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, സ്വർഗ കിട്ടാനുള്ളത്. നമ്മുടെ മനസ്സിലത് മാത്രമേ വേണ്ടൂ. സഹോദരന്മാരെ, 4ാം ക്ലാസ് പടച്ചവൻ തീരുമാനിച്ചിന് എവിടേതാ അവസാനിക്കല്? എന്തൊക്കെ ദുരിതം ജീവിതത്തിൽ ഉണ്ടാവുന്നു, എവിടൊക്കെ ഇതിലൊക്കെ ഞാൻ പോകുന്നു, ഞാൻ എങ്ങനെ പടച്ചാലും അതിലൊക്കെ തന്നെ ഞാൻ പോവുള്ളൂ. എങ്കിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മരിക്കുന്നതിന് മുമ്പ് സ്വർഗം നേടിയെടുക്കണം. അതിന് അള്ളാഹു നമ്മുടെ മനസ്സിൽ വേണം. അതാ തൗഹീദ് കേട്ടോ. നമ്മൾ തൗഹീദ് എന്ന പദം ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ആ പദം തന്നെ ഒഴിവാക്കണം അഭിപ്രായമാണ് ഞാൻ. അതിന് സ്ഥാനത്ത് പടച്ചോൻ അള്ളാഹു അള്ളാഹു എന്ന് പറയണം. കാരണം എന്താ അറിയോ? ഇതും കൊണ്ട് മണ്ട് ഒരു കൂട്ടര് ഞങ്ങൾ അതിൽ അറിഞ്ഞിട്ട് കുറെ ആട് കഴിഞ്ഞ് തുറന്നൊക്കെ ഒരു പടച്ചോനില്ല. ഒരു പെണ്ണും പുരുഷനും ഒരു സ്കൂട്ടർമേൽ ഇങ്ങനെ പോവാണ്. ഒരു കുയ്യിൽ ചാടി, അറിയാതെ ചാടി പോയതാണ്. വെള്ളം ഇങ്ങനെ തളം കെട്ടി, കുയ്യിന്റെ ആഴം മനസ്സിലാവില്ല. ചാടുമ്പോഴാണ് അള്ളാഹ് ഇത്ര വലുപ്പുണ്ടായിനോ മനസ്സിലാക്കുക. അടുത്ത കുയ്യ് കണ്ടപ്പോ മോളെ നുറുക്കി പിടിച്ചട്ടോ എന്ന് പറയാൻ ബാക്കോട്ട് നോക്കിയപ്പോൾ ആദ്യത്തെ കുയ്യ് വീണെടുക്കുക. ഇതുമാണ് ആ തൗഹീദ്. തൗഹീദ് തൗഹീദ് അതിൽ പടച്ചോനില്ല, അള്ളല്ല. അള്ളാഹ് ഉള്ളവന്റെ നാവ് വേറെത്ര കുറ്റം പറയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു ഉള്ളവന്റെ നാവ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഖുർആൻ എന്നല്ല അതിന് പരിഹാരം നേടുക. ഉമർ അള്ളാഹുവിന് പറഞ്ഞ എന്താ? നമ്മുടെ നേതാവ് മുജാഹിദ് ISM-കാരൻ എന്താ പറഞ്ഞത്? എന്റെ വീട്ടിലൊരു ഒട്ടകത്തിന്റെ കയറ് നഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം അന്വേഷിക്കൽ ഖുർആനിലാണെന്നാ. ഒട്ടകത്തിന്റെ കയറ് എങ്ങനെ എങ്ങനെ വരെ ഖുർആൻ ഉണ്ടാകുക? ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ഖുർആനിൽ അന്വേഷിക്കുന്ന ഈ സ്വഭാവം നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? പടച്ചോൻ വേണം നമ്മുടെ മനസ്സിൽ. അള്ളാഹു അവനോടുള്ള സ്നേഹവും അവനോടുള്ള ഭക്തിയും കൂറും താല്പര്യവുമായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. 13 വർഷക്കാലം സഹോദരങ്ങളെ നമസ്കാരമില്ല. നമ്മൾ പഠിക്കേണ്ടതാണ്. 13 വർഷം എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു കണക്കല്ല, ഏകദേശം 10 വർഷം കൂട്ടി. 10 വർഷം എന്തായാലും നിസ്കാരമില്ല, നോമ്പുമില്ല, സക്കാത്തുമില്ല. പിന്നെന്താ? അള്ളാഹു അള്ളാഹു ഈ പടച്ചോനോല മനസ്സിൽ കണ്ട് കേറിക്കൂടണം. വഹുവ മഅക്കും ഐനമാ കുന്തും. നിങ്ങൾ എവിടെ പോയാലും പടച്ചോങ്ങളെപ്പറുണ്ട്. ഈ ബോധം നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? നമ്മള് കൂട്ടമായി ചെയ്യാൻ മടിക്കുന്നത് ഒറ്റക്ക് ചെയ്യൂലേ? അങ്ങാടി വെച്ച് ചെയ്യാൻ മടിക്കുന്നത് അടുക്കളയിൽ വെച്ച് ചെയ്യൂലേ? പകലിൽ ചെയ്യാൻ മടിക്കുന്നത് രാത്രി ചെയ്യൂലേ? സ്വന്തം നാട്ടിൽ നിന്ന് ചെയ്യാൻ മടിക്കുന്നത് ടൂറ് പോയാൽ ചെയ്യൂലേ? അള്ളാഹ്ക്കത് മൈസൂരാ? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പം വിചാരിച്ച മൈസൂർ എത്തി അതിന് പഠിച്ചവന് കണ്ണ് കാണൂല. എന്താ ഇപ്പൊ കാട്ടെ? വിവരല്ലായി ആണല്ലേ നമ്മളെ അറിവില്ല നമുക്ക്. നിങ്ങളെന്താ മനസ്സിലാക്കി? പണ്ടൊരാൾ ഫോൺ ചെയ്ത മാതിരിയാണ്. എത്ര ഫോൺ ചെയ്തിട്ട് പരിധിക്ക് പുറത്താണ്. അപ്പൊ ഓൻ പറഞ്ഞു പരിധിക്ക് പുറത്താണല്ലോ എത്താണ്. ഹംസാക്കന്റെ മയ്യത്ത് 10 എടുക്കും. ആ വിവരമായിട്ട് പറഞ്ഞ ആളുണ്ടിയ ഒരൊറ്റ വെക്കല. അതിൽ പൈസ 1 റുപ്യ. മരിച്ചു വരാൻ പൈസയും വേണ്ടേ? ഇവര് ഇതെന്താ പറഞ്ഞത് ഇവൻ മനസ്സിലാകണ്ടേ? എന്താണ് ഈ പറഞ്ഞത് അറിയണില്ല. പടച്ചവൻ ഇത് നമ്മുടെ വാക്കിനെ നിയന്ത്രിക്കണം. നമ്മൾ മേൽക്കമ്മിറ്റി ഒരു മീറ്റിംഗ് വിളിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കുന്നവര് മടിച്ച് പിന്നോട്ട് പോകുന്ന രീതിയിലാണ് നിങ്ങളൊക്കെ പ്രവർത്തനം. ഇവർക്ക് എന്തൊക്കെ ജോലി ഉണ്ട് ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. എന്നാൽ അതിനോട് ഇതൊക്കെ എന്താണ്? അള്ളാന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതിയാണിത് എന്ന് ബോധം വേണ്ടേ? അതിനെന്ത് വേണം? അള്ളാഹു മനസ്സിൽ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പടച്ചോ നമ്മുടെ മനസ്സിലുണ്ടോ? അങ്ങാടി വെച്ച ഒരാൾ നമ്മളെ വല്ലാതെ സുന്നി മുജാഹിദ് പറഞ്ഞ് ചീത്ത പറഞ്ഞു. അപ്പൊ നമ്മളൊന്നും മിണ്ടില്ല. അങ്ങനെയാണല്ലോ വേണ്ടത്, ആരോടൊന്നും മിണ്ടരുത്. അപ്പൊ അത് കേട്ടിക്കിട നിഷ്പക്ഷമതികൾ പറഞ്ഞു വളരെ നന്നായി. ഈ അവിടുന്നായിട്ടുള്ള വേറെ കാര്യമല്ല. അങ്ങാടിന്ന് അങ്ങനെ വല്ലാതെ ഒച്ചയും പഠിച്ച് പറഞ്ഞിട്ടും കാര്യമല്ല. അപ്പൊ ഈ മിണ്ടാന്ന് വളരെ നന്നായി. ഒരുത്തൻ ചോദിച്ചല്ല ഈ എന്തേ മിണ്ടാഞ്ഞെന്ന് ചോദിച്ചു. ഒരു സംശയം. അങ്ങനൊക്കെ പറഞ്ഞാലും ഞാനാണെ പിടിച്ചിക്കൂലോട്ടെ. ഇജ്ജ് എങ്ങനെ മിണ്ടാന്ന്? ഇല്ല, അത്ഭുതം തന്നെ. മൂപ്പര് മൂത്താപ്പ ഉണ്ടായി പോയി. പടച്ചോ ഉണ്ടായിട്ടല്ല. അല്ല, ഇങ്ങനെ നമ്മൾ എത്ര മിണ്ടാന്നിട്ട് കാര്യമല്ല. മിണ്ടാതെ നിൽക്കുന്നത് പടച്ചോനെ പേടിച്ചിട്ടാവണം. അപ്പോഴാണ്
നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ അള്ളാനെ പേടിച്ചിട്ടും സ്നേഹിച്ചിട്ടും താല്പര്യപ്പെട്ടിട്ടും ആവണം. അതിന് യഥാർത്ഥമായ ഒരു പടച്ചോൻ നമ്മുടെ മനസ്സിൽ വേണം. ഉമർ അള്ളാഹുവിന്റെ കാലത്ത് ഒരു ഒട്ടകയാത്രക്കാരൻ അദ്ദേഹം ഇങ്ങനെ വന്ന് ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇരുന്ന് ഉറങ്ങണം എന്ന് ആഗ്രഹിച്ച് ഇരുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം ഒട്ടകത്തെ കെട്ടിയിട്ടില്ല. സാധാരണ അറബികൾ യാത്രക്കിടയിൽ ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ യാത്രാവാഹനത്തൊക്കെ ബന്ധിപ്പിച്ചിട്ടാണ് കിടക്കുക. അദ്ദേഹം ഒന്ന് വെറുതെ ഇരുന്നവിടെ ഉറങ്ങിപ്പോയി. സ്വാഭാവികമാണ്, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്. അപ്പൊ ഈ ഒട്ടകം എന്ത് ചെയ്തു? കെട്ടിയിട്ടില്ലല്ലോ. തൊട്ടപ്പുറത്തുള്ള ഒരു മുന്തിരി തോട്ടത്തിൽ കടന്നിട്ട് മുന്തിരി തിന്നാൻ തുടങ്ങി. അപ്പൊ മുന്തിരിന്റെ തോട്ടക്കാരൻ ഈ തോട്ടം സൂക്ഷിക്കാൻ ഒരു വയസ്സായ മനുഷ്യനെ ഏൽപ്പിച്ചിരുന്നു. അയാൾ ഒട്ടകത്തെ ആട്ടി. ഒട്ടകം കണ്ട് പുറത്തുപോയി. കുറച്ച് കഴിയുമ്പോ പിന്നെയും ആട്ടി. ഒരു 5-6 പ്രാവശ്യം ഒട്ടകം ഇങ്ങനെ വന്നപ്പോ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. 6-7 പ്രാവശ്യം വന്നപ്പോ ഒരിക്കലും ഒരു കല്ലെടുത്ത് ആറാട്ട് കൊടുത്തു, ചത്തുപോയി. നമ്മളാണ് അപ്പം മുങ്ങാടും. മറ്റോ നീച്ചിനെ മുമ്പ്. കാരണം നീച്ചാ പ്രശ്നമാവും. പക്ഷെ പടച്ചോണ്ടല്ലോ, നമ്മള് ഐഎസ്എമ്മുകാരല്ല, അള്ളാഹു ഉണ്ടല്ലോ. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തം എന്തുകൊണ്ട് നിർവഹിച്ചില്ല എന്ന് വെച്ചാൽ നമ്മൾ വേറെ കുറ്റം പറയാൻ മെനക്കെടലാണല്ലോ. എന്നാൽ ഈ മനുഷ്യൻ ആ ഉറങ്ങിക്കിടക്കുന്ന യാത്രക്കാരനെ വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചു, പരിചയപ്പെട്ട് പേരൊക്കെ ചോദിച്ചപ്പോ ഇയാൾ തന്നെ പറയാം, അല്ല ഞാൻ ഒട്ടകം ഉണ്ടായിന് ഇവിടെ, അതിനെ കാണുന്നില്ല. അപ്പൊ തന്നെ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത ബേജാറുണ്ടായി. അതെ, ഞാന് ഈ ഒട്ടകത്തിന് കെട്ടിയില്ലേനു. ഇല്ല, അതെന്താ ഈ കെട്ടാൻ? ഞാനിങ്ങനെ ഉറങ്ങണം വിചാരിച്ചിരുന്നല്ലേ, ഇരുന്നോ ഉറങ്ങിപ്പോയതാ. എവിടെ പോയാ സാധനം ചോദിച്ചു. അത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. എന്ത്? ഞാനൊരു 5-6 പ്രാവശ്യം വന്ന് ശല്യപ്പെടുത്തിയപ്പോ ഒരു കല്ലെടുത്ത് വേറാട്ട് കൊടുത്തത് മുസാനബി ഇടപെട്ടായാലും മരിച്ചു. സാധനം പണി തീർന്നു. അല്ലാ, ഇജിന്റെ എത്ര ദൂരം പോവാണ്ട് എനിക്ക്, നീ എന്റെ വാഹനത്തെ കൊന്നോന്ന് വെച്ചിട്ട് ഇയാളെ കഴുത്തിനൊരു വൃത്തം. അത് തീർന്നുപോയി. 2 ശവായി. നമ്മളാണെ ഉറപ്പായി പിന്നെ മുങ്ങാക്കാൻ കഴിയൂല നമ്മൾ. എന്നാൽ ഈ മനുഷ്യൻ വിചാരിച്ചു പടച്ചോണ്ടല്ലോ. അപ്പൊ ഈ തോട്ടക്കാരന്റെ വീട്ടിൽ ചെന്ന് മാപ്പ് പറയണം. അതാണ് നീതി. അപ്പൊ എവിടെയാണ് വീഴുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം തോട്ടക്കാരന്റെ മുതലാളിന്റെ അടുത്ത് പോയി. മുതലാളിന്റെ അടുത്ത് എന്നൊരു സംഗതി പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, മനെ 5 പെൺകുട്ടി ഒരു വാപ്പന്റെ പണി തീർന്നോ? ഇയാടെ ചെന്ന് പറഞ്ഞു നോക്ക്, എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ പെൺകുട്ടികൾ മാത്രമല്ല, വണ്ടി കയറിയുണ്ട് ഒന്ന് സലാം പറഞ്ഞാൾ വേണ്ടിയാണ്. അങ്ങനെ അവിടെ ചെന്ന് സലാം പറഞ്ഞ് മൂത്ത പെൺകുട്ടി എന്ന കാര്യം പറഞ്ഞു. മൂത്ത പെൺകുട്ടി തന്നെ അള്ളാഹ് തീരുമാനിക്കട്ടെ എന്ന്. ഇത് പറഞ്ഞതിന്റെ അർത്ഥം ഖുർആനിൽ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞ ശിക്ഷ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. കൊലക്ക് കൊല. ഉമർ അള്ളാഹുവിന്റെ കോടതിയിലെ കേസെത്തി. ബാക്കി ഞാൻ പറയേണ്ടതില്ലല്ലോ. ഉമർ അള്ളാഹുവിന് പറഞ്ഞു, മോനെ എനിക്കിതിലൊന്നും ചെയ്യാനില്ല. ഈ പെൺകുട്ടി നിനക്ക് മാപ്പ് തന്നാൽ നിനക്ക് രക്ഷപ്പെടാം. ഓട് കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊന്നു കൊടുക്കലിന്റെ ബാധ്യത. പെൺകുട്ടിനോട് ചിന്തയാണ് അവിടെ വന്നാളിന്ന് കൈ വേക്കോട്ട് കെട്ടി. അവസാനമായി വല്ല ആഗ്രഹം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ പെടുന്ന് വിചാരിച്ച് പോകുന്നതല്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞാൻ മരിക്കും എന്ന് പറഞ്ഞ് പോന്നിട്ടുമില്ല. എനിക്ക് എന്റെ വീട്ടുകാരോട് യാത്ര പറയണം എന്നാണ് ഉമറുള്ളാഹു പറഞ്ഞു. വെളി മനസ്സിലിക്കട്ടെ. കാരണം പിന്നെ വരുമോ? ജാമ്യക്കാരുണ്ടെങ്കിൽ പോകാൻ. ആര് ജാമ്യം നിൽക്കാൻ? അയാൾക്ക് ജാമ്യം എന്ന് പറഞ്ഞാൽ ആള് വന്നില്ലേ, ശിക്ഷ ഇയാളെ ഏറ്റെടുക്കണം. അതാ ജാമ്യം. അബൂദർദാ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ജാമ്യം നിന്നോളാന്നാണ്. ഉമർ അള്ളാഹു പറഞ്ഞു, ആലോചിച്ച് നിന്നാ മതിട്ടോ. ആലോചിച്ച് നിന്നാ മതി. ഇയാൾ വന്നില്ല, ഞാൻ കൊല്ലും. എനിക്ക് അബൂദർദാ ഒന്നും ഞാൻ നോക്കൂല. ആയിക്കോട്ടെ, ഒരു സത്യവിശ്വാസിയല്ലേ, ഞാൻ ജാമ്യം നിന്നോളാന്നോ. അദ്ദേഹം പോയി. പറഞ്ഞാൽ അയാൾ വന്നില്ല. അബൂദർദാ റളിയല്ലാഹുവിന്റെ കൈ വേക്കോട്ട് കിട്ടി. സഹാബികൾ ഇങ്ങനെ നെഞ്ചി പൊത്തിപ്പിടിച്ച്, പടച്ചോനെ റസൂലുള്ളാഹിന്റെ കാലത്ത് എല്ലാതിലും പങ്കെടുത്ത ഒരു സുപ്രസിദ്ധനായ സഹാബിനാണ് കൊല്ലാൻ കൊണ്ടുപോവാണേ, സഹിക്കാൻ കഴിയോ? അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഉമർ അള്ളാഹുവിനോട് കാര്യം പറയാനൊരു ധൈര്യമില്ല. പറഞ്ഞാൽ ചിലപ്പോ അവന്റെ കൈ വേക്കോട്ട് കിട്ടും. അപ്പൊ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി സത്യവിശ്വാസികൾ ആകെ ആശയക്കുഴപ്പത്തിലായപ്പോണ്ട് അയാൾ ഓടി വരുന്നത്. നേരത്തെ പറഞ്ഞാണ്, അയാൾ 2.5 വയസ്സായ കുട്ടി ഉണ്ടായി. എനിക്ക് ആ കുട്ടിനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു വരുമ്പോ എനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായി. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയി. അയാളെ കയറ്റയച്ചിട്ട് എന്നെ കൊന്നോളിന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഉമർ അള്ളാഹുവിനോട്, പിന്നെ കൊന്നോനെ കൊല്ലലും മാത്രമല്ലല്ലോ ശിക്ഷ, എന്തെങ്കിലും സാമ്പത്തികമായ പരിഹാരം വാങ്ങിയിട്ട് വിട്ടയക്കലും ഖുർആൻ പറഞ്ഞതാണല്ലോ. അയാൾക്ക് പറ്റുന്നൊരു നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തന്നോട്ടെ, അയാളെ കൊല്ലണ്ടെന്ന് പറഞ്ഞു. നിൽക്കട്ടെ, ചരിത്രം അവിടെ നിൽക്കട്ടെ. ഈ 2 ആളെ മനസ്സുകൾ ആലോചിച്ചു നോക്കി. എന്താണ് അങ്ങനെ ശുദ്ധാവാൻ കാരണം? തൗഹീദ് ഉണ്ട്. അതാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാതിരിക്കുക, പടച്ചവനല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാതിരിക്കുക. തീർന്ന്. ഇതാ തൗഹീദിന്റെ ഒരു വശം മാത്രം. നമ്മുടെ ജീവിതത്തിൽ പടച്ചവനെ പറ്റിയുള്ള ബോധം ഉണ്ടാക്കേണ്ട ശുദ്ധിയാണ് ഈ പറയുന്നത്. ഇത് നമുക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു പടച്ചവൻ നിങ്ങളെ ശപിച്ചു. അപ്പൊ പടച്ചവൻ വേണം, പരലോകം വേണം. അതോടൊപ്പം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള ഈ യുവത്വം എന്ന വലിയ അനുഗ്രഹം, ഇതിനെപ്പറ്റി ശരിയായ ഒരു കാഴ്ചപ്പാട് വേണം.
ശരിയായ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ AV അബ്ദുറഹ്മാൻ ഹാജി മരിച്ചുപോയി, KK മുഹമ്മദ് സുല്ലമി മരിച്ചുപോയി, അമാങ്കോത്ത് അബൂക്കർ മൗലവി മരിച്ചുപോയി. പടച്ചോനവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. എന്തൊരു ത്യാഗമാണ് ആ മനുഷ്യന്മാരെ ജീവിതത്തിൽ അത്ര ചെയ്തെന്ന് അറിയുന്നത്. നമ്മളും മരിക്കുമല്ലോ എന്നുള്ളതാണ്. നമ്മളെ പറ്റി ജനങ്ങൾ പറയാനല്ല, നമ്മൾക്ക് അതുപോലെ അവകാശപ്പെടാൻ ഒരു ത്യാഗമുണ്ടോ? മിമ്പറിന്റെ ചോട്ടില് ഈ മൈക്ക് സെറ്റ് വെക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തുന്നു നമ്മളെ പള്ളികളിൽ. ഒരു സൗകര്യമാണല്ലോ, ഒരു സ്ഥലം മുടക്കില്ലാതെ ഈ സാധനം അതിന്റെ അടിക്കാണ്ട് പോയി കിട്ടും. പിന്നെ ആ പിടിച്ച് തിരിച്ചിനെ മാത്രം പുറത്ത് വെച്ചാൽ മതിയല്ലോ ആ സൗകര്യത്തിന്. അപ്പൊ അതിന്റെ ചോട്ടിലൊരു മൂലയിൽ കാണാം പുതുപുത്ത നോട്ടീസ്, ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ ചെറിയ 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 ഉറുക്ക് കഴിച്ച മാതിരി ഇങ്ങനെ. അതെന്താ വിഷയം എന്നറിയുന്നത്? തൊട്ടപ്പുറത്തെ യൂണിറ്റ് നടക്കുന്ന പരിപാടിയുടെ നോട്ടീസാ. ആ കുണ്ടോ ഇട്ടോട്ട് അവിടെ കിടക്കുക. 3 മാസമായി, 1 മാസമായി. അപ്പോ അതേ യൂണിറ്റിൽ ഏതെങ്കിലും ഒരാൾ അല്ലട നമ്മളെ നോട്ടീസുകൾ റബ്ബറും കൂടി കഴിച്ചില്ലേ? ആ സെക്രട്ടറി അല്ല എന്ത് പണി, എത്ര പൈസ മുടക്കിട്ട് നോട്ടീസ് അടിച്ചു, എന്തേ ഒട്ടിക്കാഞ്ഞേ? ഒട്ടിക്കാഞ്ഞോ? എല്ലാത്തിനും ഞാൻ വേണം, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കണം, മേഖലാ മീറ്റിങ്ങിന് ഞാൻ പോകണം, ജില്ലാ മീറ്റിംഗ്, എന്റെ നോട്ടീസ് ഞാൻ ആയിക്കോളാം. മനുഷ്യനെ തിന്നാൻ വരിക. നിങ്ങളാരും എന്താ സംഭവം? ഇതെന്തിനാ ചെയ്യണത്? ഒരു ഇബാദത്ത്, ഒരു പുണ്യകർമ്മം, അതിന്റെ ഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ 3 കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1, ഇതെന്താണ്. 2, ഇതെന്തിനാണ്. 3, ഇതെങ്ങനെയാണ്. 3 കാര്യം. ഇത് 3 അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാവാറുണ്ട്. ആ വടി 2 കാര്യത്തിന് ഉപയോഗിക്കാറുള്ളൂ. 1, മരുഭൂമിയൊക്കെ നമുക്ക് നിസ്കരിക്കുന്ന മുമ്പിൽ ഒരു മറയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ വടി. 2, സഫ് നിൽക്കുമ്പോൾ മടമ്പിന്റെ ഭാഗം വടി വെച്ച് ശരിയാക്കാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, സഫ് ശരിയാക്കുക എന്നുള്ളത്. എന്നിട്ട് സഫൊക്കെ ശരിയാക്കിയിട്ട് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന സ്ഥലത്ത്, ഇമാം നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മഅ്മൂമിങ്ങളെ നേരെ തിരിഞ്ഞ് റസൂൽ ഒരു വാക്ക് പറയാറുണ്ട്. ഇത് ഒരു സന്ദേശമാണ്, അതൊരു കാഴ്ചപ്പാടാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മറന്നു പോവാതിരിക്കേണ്ട ഒരു ഉപദേശമാണ്. എന്താ? സല്ലൂക സ്വലാത്തി മുവദ്ദിഇൻ. നിങ്ങൾ ഈ നമസ്കാരം നിർവഹിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താ അറിയോ? ഇത് എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ്. ഏത് ഇബാദത്ത് ചെയ്യുമ്പോ അങ്ങനെ നമുക്ക് ആ ചിന്ത മാറിയില്ലേ? ഇത് തീരാൻ പോകുന്നുണ്ടോ? ഇപ്പൊ അസലാം കൊടുക്കും. ഒരു സ്കെച്ച് മോനെ ഇത് ഒന്ന് കിടക്കാന്ന് വേണ്ടാവില്ല, അപ്പോഴത്തിനാണ് അസലാം കൊടുക്കും. എസ്ലാം കൊടുത്തത് അങ്ങാടി 2 വർത്താൻ മഗ്‌രിബാൻ കൊടുക്കും. മഗ്‌രിബ് സ്കെച്ച് തിന്നോ എപ്പോ വന്നിട്ട് എസ്ലാം കൊടുത്തു. ഏഷം സ്കെച്ച് തറാവി സ്കെച്ച് കണ്ണാട് മാണിട്ട് സുബിയാൻ എത്തപ്പെടും. വലിയനാളാണ് കഴിഞ്ഞാൽ റമദാൻ വരും. ഇത് തീരാൻ പോകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ചെയ്യുന്നതിൽ ആത്മാർത്ഥതയില്ല. നമ്മളെ സംഘടനാ പ്രവർത്തനം അങ്ങനെ. ഇത് തീരാൻ പോകുന്നുണ്ടോ? 6 മാസ പ്രവർത്തനം, 6 മാസ പ്രവർത്തനം, പിന്നെ 6 മാസ പ്രവർത്തനം, ഒരു റെസീറ്റ് ഇതാണ് കൊടുത്താൽ ഓർന്നിട്ട് വാങ്ങാം. ഇത് തീരാൻ പോകുന്നുണ്ടോ? തീരാൻ പോകുന്നു. അതുകൊണ്ട് ആത്മാർത്ഥതയില്ല. ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ അവസരം. യുവത്വം നമ്മിൽ നിന്ന് വട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ യുവത്വം വട പറയുന്നതിന് മുമ്പ് എനിക്ക് അത് ഉപയോഗപ്പെടുത്തണം. ആ ഉപയോഗപ്പെടുത്തണമെങ്കിൽ മനസ്സിൽ എന്ത് വേണം? സ്വർഗം വേണം. ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വർഗം ഇല്ലാത്ത, സ്വർഗബോധമില്ലാത്ത, ലക്ഷ്യബോധമില്ലാത്തൊരു സമൂഹത്തിന് ത്യാഗത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, സമർപ്പിക്കാൻ സാധ്യമല്ല. അവർ ആൾക്കൂട്ടത്തിന്റെ കൂടെയായിരിക്കും. ആൾക്കൂട്ടം ഒഴിഞ്ഞു പോയാൽ അവർ നിസ്സംഗരാകും. അവർ ഭൗതികമായ കഴിവിൽ പ്രതീക്ഷയർപ്പിക്കും. അത് കുറഞ്ഞു പോയാൽ അവർ പിൻവലിയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിൽ സ്വർഗമില്ല. തെറ്റാണ് പറഞ്ഞത്. സ്വർഗമുണ്ട്, പക്ഷെ ഉണ്ടാവേണ്ട കുളത്തിലില്ല. ഇമാം ഗസാലി പറഞ്ഞു, ഒരു തുള്ളി വെള്ളം പോലെ. ISMകാരന്റെ മനസ്സിലെ സ്വർഗം ഒരു തുള്ളി വെള്ളം പോലെ. നോമ്പറക്കാൻ കാലത്ത് ഒരാൾ ഓടി വരാം, വെള്ളം ഉണ്ട്, നോമ്പറക്കാൻ വെള്ളം ഉണ്ടോ എന്നാ ചോദിച്ചതിന്റെ അർത്ഥം. നമ്മൾ കൊടുത്തു ഒരു തുള്ളി വെള്ളം. എന്താ മറുപടി? കുടിക്കാൻ മാത്രം ഉണ്ടോ? ഇല്ല. നോമ്പ് തുറക്കാൻ മാത്രം ഉണ്ടോ? ഇല്ല. എന്നാ വെള്ളല്ലേ? ആ വെള്ളാണ്. ഞാൻ വെള്ളം ഉണ്ട് എന്നല്ല പറഞ്ഞത്. മുജാഹിദാണോ? അതെ. ISMകാരനാ? അതെ. സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഓ ഉണ്ട്. നരകത്ത് പോകണതിനെ പറ്റി പേടിയുണ്ടോ? ഉണ്ട്. ദഅവത്ത് രംഗത്ത് എത്ര മണിക്കൂർ ചെലവഴിക്കാറുണ്ട് ഒരു ദിവസം?